മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നൽകിയിട്ടുള്ള എല്ലാ നന്മകളെ അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സകല പാപങ്ങളെ കുറിച്ചും ഞങ്ങൾ മനസ്തപിച്ച് പൊറുതി അപേക്ഷിക്കുന്നു. ഇനി ഒരിക്കലും പാപം പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. സർവനന്മ സ്വരൂപിയായ അങ്ങേ വിശ്വസ്തദാസിയായ അൽഫോൻസാമയ്ക്ക് അങ്ങ് നൽകിയിട്ടുള്ള സകല വിശിഷ്ട വരങ്ങളെ കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അൽഫോൻസാമയെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെയും നേർവഴി കാട്ടി നടത്തണമേ. എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, അൽഫോൻസാമ വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രത്യേകമായ നിയോഗങ്ങളെ അൽഫോൻസാമയുടെ മധ്യസ്ഥത വഴി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമ്മുടെ വിശുദ്ധ അൽഫോൻസാമയുടെ മധ്യസ്ഥത വഴി കർത്താവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം. ഈ നൊവേനയിൽ പ്രത്യേക നിയോഗം വയ്ക്കുന്ന അന്നമ്മ എന്ന മകളുടെ പ്രത്യേക നിയോഗങ്ങളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം കാരിസ് ഭവന്റെ വെബ്സൈറ്റിൽ നിരവധി പ്രാർത്ഥനാ സഹായങ്ങൾ ഈ ദിവസങ്ങളിൽ കടന്നു വരുന്നുണ്ട്. ഇപ്പോഴും ലൈവായിട്ട് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ നിയോഗങ്ങളുണ്ട്, അവരെയൊക്കെ സമർപ്പിക്കുന്നു. കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിട്ട് വെബ്സൈറ്റിൽ നൽകിയപ്പെട്ട നിയോഗങ്ങളാണ് ഈ പ്രിന്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവരെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയിലും ഈ മക്കളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഒത്തിരി വിശ്വാസത്തോടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന ഇവരെ നമുക്ക് പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കാം. ഒപ്പം ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും വിശുദ്ധ അൽഫോൻസാമയുടെ മധ്യസ്ഥത വഴി കാരിസ് ഭവനിൽ നടക്കുന്ന ശുശ്രൂഷകളുടെ എല്ലാ യോഗ്യതകളും വഴി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ബാല്യം മുതൽ അനിതര സാധാരണമായ ഹൃദയശുദ്ധതയോടെ ജീവിക്കുകയും മാമോദീസായിൽ ലഭിച്ച വരപ്രസാദം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ഭാഗ്യമരണം പ്രാപിക്കുകയും ചെയ്ത അൽഫോൻസാമയെ പോലെ ഞങ്ങളും ജീവിതാദ്യ വരപ്രസാദ പൂർണ്ണതയിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെ അധ്യാപകരുടെ ഉന്നത പടവുകൾ കയറി അൽഫോൻസാമയെ അനുകരിച്ച് ദൈവസ്നേഹത്തിലും പ്രാർത്ഥനാരൂപിയിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ കുർബാനയോടുള്ള അതിരറ്റ വിശ്വാസത്തിലും ഭക്തിയിലും ശോഭിച്ച വിശുദ്ധ അൽഫോൻസാമയെ പോലെ വിശ്വാസത്തിൽ ഉറച്ചവരും തീക്ഷ്ണതയുള്ളവരുമായി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശത്രുക്കളോട് ക്ഷമിച്ചവർക്ക് സേവനം ചെയ്ത് ദൈവസ്നേഹത്തിന്റെ മഹോന്നത മാതൃകയായി തീർന്ന അൽഫോൻസാമയെ അനുകരിച്ച് പരസ്നേഹത്തിന്റെ പാതയിൽ സഞ്ചരിക്കുവാനും സ്നേഹചൈതന്യം വളരുവാനും ഇടയാക്കണമെന്ന് എല്ലാ അധികാരികൾക്ക് കീഴ്വണങ്ങി അൽഫോൻസാമയെ അനുഗ്രഹിച്ച കർത്താവേ, ഭവനങ്ങളിലും സമൂഹത്തിലും പുലർത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കഠിനമായ രോഗാൽ ക്ലേശം അനുഭവിച്ചവളും സുബോധത്തോടെ തന്നെ പാവനാത്മാവിനെ ദൈവകരങ്ങളിൽ കൈയാളിക്കുവാൻ അൽഫോൻസായുസും ലഭിക്കുവാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം നിശബ്ദമായി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും അൽഫോൻസാമയുടെ കുടുംബ കൺവെൻഷനായ ബത്ലഹേം കൺവെൻഷനിൽ സംബന്ധിക്കുമ്പോൾ കുടുംബത്തിലുള്ള ഭിന്നതകള്, വിവാഹം, കുടുംബത്തിലെ ജീവിത പ്രശ്നങ്ങള്, മക്കളുടെ പ്രശ്നങ്ങള്, ജോലികള്,
വിദ്യാഭ്യാസ മേഖലയിൽ അവർ അനുഭവിക്കുന്ന തങ്ങളും അതുപോലെ തന്നെ പരീക്ഷ ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒക്കെ പഠിക്കുന്ന മക്കളെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കാം. അൽഫോൻസാമയുടെ അരികിലേക്ക് ഓടി വന്ന ആ കുഞ്ഞു മക്കളോട് ചേർത്ത് വേണ്ടി രോഗസാമയുടെ മധ്യസ്ഥതയിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മധ്യസ്ഥത വഴി ഞങ്ങളിലേക്ക് വർഷിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹം, സഹന, എളിമ എന്നിവയാൽ അലങ്കൃതയായ വിശുദ്ധ അൽഫോൻസാമേ, അമ്മയുടെ മധ്യസ്ഥം തേടി ദിവസത്തിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെയും തിരുക്കുമാരന്റെ മക്കൾ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അനേക രോഗസൗഖ്യത്തിന് കാരണമായ വിശുദ്ധ അൽഫോൻസാമേ, രോഗികളും നിർധനരുമായ ഞങ്ങളെയും അമ്മയുടെ മധ്യസ്ഥത അവസ്ഥയിലും പ്രതികൂല സാഹചര്യങ്ങളിലും തളർന്നു പോകാതെ ആശയോടെ ജീവിതത്തിൽ മുന്നേറുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും നിരന്തരം നന്മയുടെയും സ്നേഹിക്കണം. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ നൊവേനയിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളിലും സദയം ഞങ്ങളുടെ പ്രാർത്ഥനകൾ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യം വഹിക്കണമേ. നിത്യാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. പരിശുദ്ധാത്മാവിനും സ്തുതിയും. ആമേൻ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധാരണ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഒക്കെ ആവശ്യമുള്ളവര് ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങള് ഒരുങ്ങി വന്നിട്ടുള്ളവര് എത്രയും വേഗം സ്റ്റേജിന്റെ സൈഡിലേക്ക് വരണം. അവർക്ക് സ്വീകരിക്കാവുന്നതാണ്. വെള്ളവും വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിക്കുകയും ഒക്കെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആരാധനയിലേക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഏതാനും വ്യക്തികൾക്ക് അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കാനായിട്ട് ഒരുങ്ങി വന്നിട്ടുള്ളവരെ സ്റ്റേജിന്റെ സൈഡിലേക്ക് വരിക. അനുഭവ സാക്ഷ്യം ലഭിക്കുന്നതാണ്. നമ്മള് ബേത്ലഹേം കൺവെൻഷനായിട്ട് നിങ്ങൾക്കറിയാമോ, ഞാൻ കുറച്ചുപേരുടെ പ്രാർത്ഥനാ നിയോഗങ്ങള് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങള് അതുപോലെ തന്നെ അനുഭവം വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോഗ്രാം ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഒത്തിരി പേര് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് നമ്മുടെ കൂട്ടില മറ്റു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ട വ്യക്തികളുമാണ്. അതുകൊണ്ട് ഇന്ന് കുടുംബങ്ങളെ ഫോക്കസ് ചെയ്ത്, ദമ്പതികളെ ഫോക്കസ് ചെയ്ത് നമ്മൾ പ്രത്യേകമായിട്ട് ആരാധനയിലൊക്കെ പ്രാർത്ഥിക്കുന്നതാണ്. ആ പ്രോഗ്രാമുകൾ നാളെ നമുക്ക് ഇവിടെ അഭിഷേക നിറ തുമ്പമൺ, അത് പത്തനംതിട്ട ആ ഭാഗത്തെ പ്രോഗ്രാം. അതുപോലെ തന്നെ നമുക്ക് 1-2 പ്രോഗ്രാമുകൾ പുറത്തുമുണ്ട്. അത് നിങ്ങൾ ഓർത്തിട്ട് 10-ാം തീയതി അവിടുത്തെ കൺവെൻഷൻ ആയിരുന്നു. 12 മുതൽ 14 വരെ കനകമല അവിടെ ഒരു പ്രോഗ്രാമുണ്ട്. 16-ാം തീയതി മുതൽ നമുക്ക് ദോഹയില്, ഖത്തറിലെ ദോഹയിൽ വെച്ച് വിദേശ എല്ലാം നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കാനും പേരുടെ അനുഭവ സാക്ഷ്യം കേൾക്കാം. നിങ്ങൾ പറയാനുള്ളവര് ഇങ്ങോട്ട് വരിക. പ്രാർത്ഥനാപൂർവ്വം